ഞാൻ ഒരു അത്രയധികം കണ്ടന്റ് ഉള്ള ഒരാളല്ല. അപ്പം സാറിന് പേപ്പറൊക്കെ നോക്കാൻ നമുക്ക് മനസ്സിലാവും. കാരണം ഞാൻ ഇതിൻ്റെ ഒരു ഇതിലേക്ക് വന്നത് ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ വായിച്ചു തുടങ്ങുന്നത്. അപ്പം ഉള്ള കണ്ടന്റ് എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കപ്പോൾ ചെയ്യാൻ പറ്റുക. അപ്പം ആ ലിമിറ്റേഷൻ മനസ്സിലാക്കിയിരുന്നു. ജനറലി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് ഒന്നും ലിവർപൂൾ ഫാൻസ് ഒന്നുമാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ പരിചയപ്പെട്ടതിൽ ആദ്യമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരാളെ ഞാൻ പരിചയപ്പെടുന്നത്. ഒരു യുണൈറ്റഡ് ഫാൻ കൂടിയാണ്, പക്ഷേ ബ്ലാസ്റ്റേഴ്സ് ഫാൻസാണ്. നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സ് കേരള ഫുട്ബോളിൽ ഒരു വോയിഡ് ഉണ്ടായിരുന്നു. നമുക്കൊരു പ്രൊഫഷണൽ ക്ലബ് ഇല്ലായിരുന്ന സമയത്തായിരുന്നു നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലോഞ്ച്. അപ്പം ആ ഒരു ഫസ്റ്റ് സീസൺ തൊട്ട് തന്നെ ഒരു ഭയങ്കര ഫാൻ അപ്രൂവലായിരുന്നു. അപ്പം നമ്മളും ആ ഒരു ഇതിൻ്റെ ടൈമിൻ്റെ കൂടെ പോയി. കഴിഞ്ഞ വർഷത്തെ മാർക്ക് ലിസ്റ്റ് സാറിന് അയച്ചെടുത്തപ്പോൾ സാറ് പറഞ്ഞിരുന്നു എസ് ഐ കൂടി പോരെ നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ യൂഷ്വലി ടെസ്റ്റ് സീരീസിൻ്റെ കൂടെ എസ് ഐ എഴുതുമായിരുന്നു. അതുകൂടാണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എസ് ഐ എഴുതി സാറിന് അയച്ചു കൊടുക്കുമായിരുന്നു. ആൻറ്റൺ സാറിൻ്റെ എൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പം സാർ ഫീഡ്ബാക്ക് തരുമായിരുന്നു കോൺസ്റ്റൻ്റ് ആയിട്ട്. അപ്പം ഇതാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. ഞാൻ എസ് എന്നെ അപ്രോച്ച് ചെയ്യുന്ന രീതി തന്നെ കുറച്ച് റോങ് സൈഡായിരുന്നു. ഞാൻ കുറച്ച് അറിയാവുന്ന സാധനം എഴുതി വെക്കുക, പലപ്പോഴും ടോപ്പിക്കൊന്നും ഹിറ്റ് ചെയ്യത്തില്ലായിരുന്നു. ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ അതിൽ നിന്ന് വേറൊരു കാര്യം പറഞ്ഞാൽ അങ്ങനെ തന്നെ പോയി. നമ്മുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ ഇപ്പം കുറച്ച് പേര് കാനഡ അവിടെ ഇവിടെയൊക്കെ പോയി. ഇപ്പോൾ അവർ കുറേ ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യുമ്പം അവരവിടെ മഞ്ഞത്ത് കളിക്കുമ്പോൾ ബേസിക്കലി നമ്മളിവിടെ നിന്ന് 6ാം ക്ലാസ്സിലെ NCERT വായിക്കായിരിക്കും. ആ ഒരു ഫീല് കുറച്ച് ഭയാനകമാണ്. ചേഞ്ച് എന്ന് പറഞ്ഞാൽ എക്സാമിൻ്റെ ഡിമാൻഡും സിലബസും പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് ഇയറിലെന്ന് പറഞ്ഞാൽ നമ്മൾ കാർഡടിച്ച് വെടി വെക്കുക എന്നുള്ള ടൈപ്പ് ആയിരുന്നു. ഓക്കെ, എന്തെങ്കിലും പഠിക്കും. ഇപ്പോൾ ക്വസ്റ്റ്യനിലൊക്കെ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിലൊക്കെ എൻ്റെ ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ക്വസ്റ്റ്യനിൽ അതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് അറിയാമെന്നല്ല എഴുതി വെക്കുക. എന്തെങ്കിലും നമുക്ക് നോളജ് ഉണ്ടെന്ന് അവരെ കാണിക്കുക എന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ അപ്രോച്ച് മാറ്റി. ഹലോ എവ്രിവൺ, വെൽക്കം ടു ടോപ്പേഴ്സ് ടോക്ക് അറ്റ് ഫോർച്യൂൺ IAS അക്കാഡമി. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഈ വർഷം 57ാം റാങ്ക് കരസ്ഥമാക്കിയ ആൽഫ്രഡ് ആണ്. ആൽഫ്രഡ് കഴിഞ്ഞ വർഷം 310ാം റാങ്കും നേടിയിരുന്നു. നമുക്ക് ആൽഫ്രഡിനെ പരിചയപ്പെടാം. ഹായ് ആൽഫ്രഡ്. ഹായ് സർ. ആൽഫ്രഡ് അടുപ്പിച്ച് 2 വർഷമായിട്ട് വിജയം നേടുന്നു. അപ്പോൾ ഈ വർഷത്തെ ഫ്ലെക്സ് കഴിഞ്ഞ വർഷത്തേക്കാൾ വലുതായിരുന്നു. ഇപ്രാവശ്യം ആക്ച്വലി ഫ്ലെക്സ് കുറവായിരുന്നു. അപ്പം കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് വന്നിട്ട് ഇപ്പോൾ ഒരു 7 മാസമല്ലേ ആയുള്ളൂ. അപ്പം ഓൾറെഡി ഇപ്പം എക്സാമിനെ കുറിച്ച് അധികം അറിയാത്ത ആൾക്കാർ IAS എക്സാം ഓൾറെഡി പാസ്സായല്ലോ. അപ്പം ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര ഒരു ഓളം ഇല്ലായിരുന്നു. ഇയാൾ എന്താ എല്ലാ പ്രാവശ്യവും IAS എക്സാം ക്ലിയർ ആവുകയാണെന്നായിരിക്കും നാട്ടുകാർ വിചാരിക്കുന്നല്ലേ? കുറച്ച് പേര് നമ്മൾ ഈ ഫേസ്ബുക്കിൽ മെമ്മറീസ് കാണിക്കുന്ന കഴിഞ്ഞ വർഷത്തെ വാർഷികമാണോ എന്നൊക്കെ ചോദിച്ചാൽ ഇപ്പം പോസ്റ്റൽ സർവീസിലായിരുന്നു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു പോസ്റ്റൽ സർവീസ് ജീവിതം? എന്താണ് ആക്ച്വലി പോസ്റ്റൽ സർവീസ്? പലർക്കും അറിയില്ല. യൂഷ്വലി നമ്മൾ ഈ സിവിൽ സർവീസ് എക്സാം എന്ന് പറയുമ്പം അധികം കേട്ടിട്ടില്ലാത്തൊരു സർവീസാണ് പോസ്റ്റൽ സർവീസ്. പക്ഷേ വളരെയധികം പ്രോസ്പെക്ട്സ് ഉള്ളൊരു സർവീസാണ് പോസ്റ്റൽ സർവീസ്. നമ്മളിപ്പം പോസ്റ്റൽ സർവീസിൻ്റെ നെറ്റ്വർക്ക്സ് നോക്കുകയാണെങ്കിൽ ഒരു 1.5 lakh ലാർജ് പോസ്റ്റൽ നെറ്റ്വർക്ക് ഉണ്ട്. അപ്പം അതൊരു ഇമ്പോർട്ടൻ്റ് ആമാണ്. ഇപ്പം ഗവൺമെൻറ് പോളിസിയിലേക്ക് അതൊരു ഇമ്പോർട്ടൻ്റ് ആമാണ്. അപ്പം നമ്മളിപ്പോൾ വരുന്ന പല പോളിസീസും അതൊരു ഗവൺമെൻറ് ഒരു ലാസ്റ്റ് മൈൽ ഒരു കണക്ടിവിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പോസ്റ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് പോസ്റ്റലിൽ യൂഷ്വലി ഫസ്റ്റ് പോസ്റ്റിംഗ് വരുന്നത് SSPO എന്ന് പറയും, അല്ലെങ്കിൽ SSRM, സീനിയർ സൂപ്രണ്ടന്റ് ഓഫ് പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞ പോസ്റ്റാണ്. ഒരു ഫസ്റ്റ് പോസ്റ്റിംഗ് തന്നെ നമ്മുടെ അടിയിലൊരു ഏകദേശം ഒരു 1000+ മാൻ പവർ ഉണ്ടാകും. അപ്പം ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഫസ്റ്റ് പോസ്റ്റിങ്ങിൽ അത്രയും ഒരു പീപ്പിൾ മാനേജ്മെൻറ്റിനൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി തരാമെന്ന് പറഞ്ഞാൽ വളരെയധികം പ്രോസ്പെക്റ്റ് ഉള്ളൊരു സർവീസാണ്. പിന്നെ ഇപ്പം നമുക്കറിയാം ഈ ഇ-കൊമേഴ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും പാർസൽ വോളിയം വല്ലാണ്ട് കൂടുന്നുണ്ട്. അപ്പം പോസ്റ്റലിൻ്റെ പ്രോസ്പെക്റ്റും ഒരു അപ്വേർഡ് ട്രജക്ടറിയിലാണ്. ഓക്കെ, നമുക്ക് ചെറിയൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവാം. ആൽഫ്രഡ് എങ്ങനെയാണ് ഈ IAS വേണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ വന്നത്? എന്തായിരുന്നു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്? എങ്ങനെ ഇതിലേക്ക് വന്നു? ചെറുപ്പത്തിൽ യൂഷ്വലി സിനിമയൊക്കെ കാണുമ്പോഴുള്ളൊരു ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു മച്ചുവേർഡ് ആയിട്ടൊരു ഡിസിഷൻ എടുത്തത് ഞാൻ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ്. ഞാൻ പഠിച്ചത് ബാച്ചിലേഴ്സ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ് ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ. അപ്പം അവിടെ ചേരുമ്പം ഒരു സാധാ ഡിഗ്രി എടുക്കുക, പിന്നെ മാസ്റ്റേഴ്സ് എടുത്തിട്ട് ഒരു IT ജോലി തന്നെ സെറ്റിൽഡ് ആവുക, ആ ഒരു മൈൻഡ് സെറ്റായിരുന്നു. പക്ഷേ ഓക്കെ, ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കോളേജിൽ ഇതിൻ്റെ ഒരു ഗ്രൂമിങ് പ്രോഗ്രാം ഉണ്ട്. അപ്പം അവിടെ നിന്ന് ഇങ്ങനെ ഒരു എക്സാം ഉണ്ട്, ഇങ്ങനെ ഒരു കരിയർ പ്രോസ്പെക്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞു. പിന്നെ കേട്ടപ്പം ഓക്കെ, അപ്പം നമുക്ക് ഒരേ ടൈം തന്നെ നല്ലൊരു റെപ്യൂട്ടഡ് കരിയറാണ്, പക്ഷേ ഒരു സർവീസിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയും തരുന്നുണ്ട്. അപ്പം അത് വെച്ച് നോക്കിയപ്പോൾ എന്തായാലും ട്രൈ ചെയ്യണ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഓക്കെ, എന്തായാലും 1 വർഷം എടുക്കണം, ഇല്ലെങ്കിൽ നമ്മളൊരു 10-15 വർഷം കഴിയുമ്പോൾ എടുത്തില്ലല്ലോ എന്ന് വിചാരിച്ച് റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ എന്തായാലും ഒരു ചാൻസ് എടുക്കാൻ തന്നെ തീരുമാനിച്ചു. അപ്പം കോളേജിൽ ഒരു മച്ചുവേർഡ് ഡിസിഷൻ എടുത്തു, ഈ എക്സാമിന് പോവുക, അപ്പിയർ ചെയ്ത് നോക്കുക, കിട്ടിയില്ലെങ്കിൽ തിരിച്ച് IT തന്നെ പോവുക. അപ്പം ആ ഒരു മൈൻഡ് സെറ്റ് വെച്ചങ്ങ്. അപ്പോൾ കോളേജിലെ പഠിച്ചു തുടങ്ങിയിരുന്നോ? ഇല്ല, ഞാൻ യൂഷ്വലി കോളേജ് കഴിഞ്ഞാൽ 1 വർഷം വർക്ക് ചെയ്തായിരുന്നു ഡൽഹിയിൽ. അപ്പം ആദ്യം ഡൽഹിയിൽ പോകുമ്പം നമ്മൾ ഡൽഹിയിൽ പോകുന്നു, IAS ആവുന്നു, തിരിച്ചു വരുന്നു, അതാണല്ലോ നമ്മുടെ ഒരു ക്ലീഷേ. അപ്പം അവിടെ പാർട്ട് ടൈം കോച്ചിങ്ങിന് ചേരാവുന്ന ഇതിലാണ് ആദ്യം പോയത്.
പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്കും ജോലിയുടെ നടക്കില്ല എന്ന് മനസ്സിലായി. പിന്നെ ഞാൻ ആദ്യം ഒരു ലക്ഷ്മികാന്ത് നമ്മൾ ആമസോണിൽ ഓർഡർ ചെയ്ത് വെച്ചിരുന്നു. പക്ഷെ അത് ഞാൻ പൊട്ടിക്കുന്നത് നമ്മൾ ട്രിവാൻഡ്രത്ത് വന്ന് കോച്ചിങ്ങിന് ജോയിൻ ചെയ്ത പിന്നെയാണ്. ഞാൻ ആ ഒരു ഫസ്റ്റ് ഫിലിംസ് കൊടുത്തത് 2019 അപ്പം അതിന് മുന്നത്തെ ഒരു മെയ് തൊട്ടാണ് ഞാൻ ഫ്രം സ്ക്രാച്ച്, ഇപ്പം ഈവൻ ന്യൂസ് പേപ്പർ വായിക്കുന്നത് വരെ ഫ്രം സ്ക്രാച്ച് തുടങ്ങുമായിരുന്നു. ഓക്കെ. അപ്പം ആദ്യമായിട്ട് ആ സിവിൽ സർവീസ് പഠനത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അത് ഒബ്വിയസ്ലി സ്ലൈറ്റ്ലി ഡിഫിക്കൽട്ടാണ്. പക്ഷേ എന്നാൽ ഇപ്പം ആൽഫ്രഡ് പ്രൂവ് ചെയ്തപോലെ ഡൂവബിളുമാണ്. എന്തായിരുന്നു ഇപ്പോൾ ഈ ഒരു 3 ഇയർ പ്രോസസ്സിലെ മേജർ ലേണിങ്സ്, നമ്മൾ ഫസ്റ്റ് ഇയർ ചെയ്യാത്തതും എന്നാൽ ടുവേർഡ്സ് ദ എൻഡ് ചെയ്തതുമായ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? എനിക്കൊന്നൊരു മേജർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എക്സാമിൻ്റെ ഡിമാൻഡും സിലബസും പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു. ഫസ്റ്റ് ഇയറിലെന്ന് പറഞ്ഞാൽ നമ്മൾ കാർഡടിച്ച് വെടി വെക്കുക എന്ന് പറയുന്ന ടൈപ്പായിരുന്നു. ഓക്കെ, എന്തെങ്കിലും പഠിക്കും. ഇപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിലേക്ക് എൻ്റെ ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ക്വസ്റ്റ്യനിൽ അതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയാമെന്നല്ല എഴുതി വെക്കുക. അങ്ങനെയെങ്കിലും നമുക്ക് നോളജ് ഉണ്ടെന്ന് അവരെ കാണിക്കുക എന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ അപ്രോച്ച് മാറ്റി. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം അതിന് പിന്നിലൊരു പർപ്പസ് ഉണ്ട്, അവരൊരു കാര്യം ഡിമാൻഡ് ചെയ്യുന്നുണ്ടെന്നൊരു ഒരു അണ്ടർസ്റ്റാൻഡിങ് ആദ്യം വന്നു. അപ്പം ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം അത് മനസ്സിലാക്കണം, അത് കഴിഞ്ഞിട്ട് ആൻസർ ചെയ്യണം. ആ ഒരു പ്രോപ്പർ മൈൻഡ് സെറ്റ് വന്നു. അതിപ്പം പ്രിലിംസിനാണെങ്കിലും മെയിൻസിനാണെങ്കിലും. പിന്നെ സെക്കൻഡ് തിങ്, നമുക്ക് സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഒരു ഹൈൻസൈറ്റ്സ് തരും ഈ ഒരു എക്സാമിലേക്ക്. അപ്പോൾ അത് ഒരു പ്രോപ്പറായിട്ട് നമ്മൾ സ്വന്തം ഇരുന്ന് അനാലിസിസ് ചെയ്യുന്ന ഒരു കാര്യം ചെയ്തു ഫസ്റ്റ് ഇയറിൻ്റെ കഴിഞ്ഞിട്ട്. അപ്പോൾ അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പം നമുക്ക് അതുവഴി കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു പാറ്റേൺ, ഇപ്പോൾ പ്രിലിംസിനൊക്കെ ആണെങ്കിൽ നമുക്ക് പാറ്റേൺ ജനറലി മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം പ്രിലിംസിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഓരോ ടോപ്പിക് വൈസ് എടുത്തിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനാലിസ് ചെയ്യുക, എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കുക. അപ്പം ആൻഷ്യൻ്റ് മിഡീവലാണെങ്കിൽ യൂഷ്വലി UPSC ഇപ്പം മുകളിലെ കുറച്ച് ടേംസ് ഒക്കെ വെച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പം ആ ഭാഗം തറവാക്കും. പിന്നെ ബുദ്ധിസം ജൈനിസത്തിൽ നിന്ന് യൂഷ്വലി നമുക്കൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. അപ്പം ആ ഭാഗം തറവാക്കും. അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് നമ്മൾ പല തീംസ് ഐഡൻറ്റിഫൈ ചെയ്യും, എന്നിട്ട് അതിൻ്റെ ബേസിസിൽ പഠിക്കുന്നൊരു കാര്യം ഞാൻ യൂഷ്വലി ചെയ്തിരുന്നു. പിന്നെ മെയിൻസിന് വരുവാണെങ്കിൽ നമുക്കും ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം സിലബസിൽ വന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അതെന്തായാലും ചോദിച്ചേ പറ്റൂ. അപ്പോൾ അത് പല രീതിയിൽ ചോദിക്കും. അപ്പം ആ ഒരു തീംസ് മനസ്സിലാക്കി അതിനൊരു പ്രീസെറ്റ് നോട്ട് ഉണ്ടാക്കി വെക്കും, ഒരു നല്ലൊരു കണ്ടന്റ് ഉണ്ടാക്കി വെക്കും, അത് പ്രസൻറ്റ് ചെയ്യും. അപ്പം ഇതായിരുന്നു ഒരു മെയിൻ സ്ട്രാറ്റജി. താങ്ക്സ് ഫോർ ദാറ്റ്. പല ടോപ്പേഴ്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സ്ട്രെസ് ചെയ്യാറുണ്ടെങ്കിലും പലരും ആ അനാലിസിസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാറില്ല. എനിക്ക് തോന്നുന്നു ആൽഫ്രഡ് അതൊരു പിയർ ഗ്രൂപ്പ് ആയിട്ടായിരുന്നു അല്ലേ ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു പിയർ ഗ്രൂപ്പിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ? പിയർ ഗ്രൂപ്പ് ഞാൻ ഈ വർഷം എസ്പെഷ്യലി ഓപ്ഷനിൽ ഞങ്ങൾ 5 പേരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പം അതിലിപ്പോൾ എൻ്റെ കൂടെ സർവീസിലുള്ള ഷാഹിദ്, ശൈലേഷ്, അപ്പോൾ നമുക്ക് ഇവിടെ തിരുവനന്തപുരത്തുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ചെയ്തിരുന്നൊരു കാര്യം ബേസിക്കലി ഞങ്ങൾ 5 പേരും ഓൾറെഡി കയറിയ ആൾക്കാരായിരുന്നു. അപ്പോൾ എല്ലാവർക്കും മടിയായിരുന്നു. അപ്പോൾ അതായിരുന്നു ബേസിക് തിങ്. അപ്പോൾ ഓക്കെ, എല്ലാ ദിവസവും ഒരു 2 മണിക്കൂർ വെച്ച് ഇരുന്നു. എന്നിട്ട് പ്രീവിയസ് ഇയർ ഞങ്ങൾ ഒരു ദിവസം ഒരു ചാപ്റ്റർ എടുക്കും, അത് ജസ്റ്റ് വായിച്ചു വിടും, ഏതൊന്നോ ടോപ്പിക്ക്. പിന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യും. അപ്പം ഒരു 10-15 വർഷത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യും. അപ്പം ഓരോരുത്തരും അവർക്ക് തരാൻ പറ്റുന്ന ഇൻപുട്ട് കിട്ടും. അപ്പം പക്ഷേ നമ്മൾ ചിന്തിക്കുന്ന ഒരു പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല നമ്മുടെ കൂടെയുള്ള ഒരാൾ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഓക്കെ കുറേ പോയിന്റ്സ് കിട്ടും, കുറേ അഡീഷണൽ ഡയമെൻഷൻസ് കൊണ്ടുവരാൻ പറ്റും. അപ്പം നമ്മളിത് എഴുതിയെടുത്തിരുന്നില്ല, ജസ്റ്റ് ബ്രെയിൻ സ്റ്റോം ചെയ്ത് കോൺവെർസേഷൻ മോഡിലായിരുന്നു. അപ്പോൾ ആക്ച്വൽ എക്സാമിനും ഓക്കെ ഇപ്പം ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഓക്കെ അന്ന് ആ ഫ്രണ്ട് അങ്ങനെ പറഞ്ഞിരുന്നില്ല, അപ്പോൾ അത് കൊണ്ടുവരാം. അപ്പം ആ ഒരു നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സ് കുറച്ചുകൂടി ബ്രോഡൻ ചെയ്യും. നമ്മളൊരു കുറച്ചൊരു 4-5 പേരുടെ ഒരു പിയർ ഗ്രൂപ്പിൽ നിന്ന് ഡിസ്കസ് ചെയ്യുന്നു. അപ്പം ഒരു നല്ലൊരു ടീം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗ്രൂപ്പ് സ്റ്റഡി എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് UPSC പ്രിപ്പറേഷൻ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ്. പക്ഷേ ഈ ഗ്രൂപ്പ് സ്റ്റഡിയോ ഒക്കെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ഡിസ്ട്രാക്റ്റഡ് ആവാറില്ലേ? കാരണം ഫ്രണ്ട്സാണ്, ഒത്തിരി വേറെ ചർച്ചകൾ വരാൻ ചാൻസ് ഇല്ലേ? അതുകൊണ്ട് ഞങ്ങളിപ്പം ചില ദിവസമൊക്കെ കുറച്ച് വഴുതിട്ടങ്ങ് പോകുമായിരുന്നു. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്കൊരു ടാർഗറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം നമ്മൾ നേരത്തെ കംപ്ലീറ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കും. അപ്പോൾ അതെന്തായാലും ചെയ്യുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ ടൈം ഉണ്ടെങ്കിൽ ചുമ്മാ കത്തിയടിച്ചൊക്കെ ഇരിക്കും. പക്ഷേ അത് നമ്മളൊരു റൈറ്റ് ആൾക്കാരെ കണ്ടുപിടിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എല്ലാവരും ഒരു സെയിം പർപ്പസിലേക്കൂടെ ആൾക്കാരെ കണ്ടുപിടിക്കുന്നതും ഗ്രൂപ്പ് സ്റ്റഡി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് എല്ലാവരും പറയാറുണ്ടല്ലോ. അപ്പം ആൽഫ്രഡിന് ടൈം മാനേജ്മെൻറ്റ് ടെക്നിക്സ് എന്തായിരുന്നു? അതുപോലെ ഒരു ജനറൽ സ്റ്റഡി ഷെഡ്യൂൾ എങ്ങനെയായിരുന്നു? ഞാൻ യൂഷ്വലി റീഡിംഗ് റൂം റെഗുലറായിട്ട് യൂസ് ചെയ്യായിരുന്നു. അപ്പം ഞാൻ രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ വരും, വൈകിട്ട് ഒരു 7-8 മണിയാകുമ്പോൾ ഒരു 10-12-13 മണിക്കൂർ റീഡിംഗ് റൂമിലിരിക്കും. പക്ഷെ നമുക്കറിയാം നമ്മൾ യൂഷ്വലി റീഡിംഗ് റൂമിലിരിക്കുമ്പം ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് പോയാൽ കുറേ സമയം വേണ്ടിയിരിക്കും. പിന്നെ വൈകിട്ട് 4 മണിക്ക് ചായ കുടിക്കാൻ ഇറങ്ങിയാൽ ട്രിവാൻഡ്രത്തേക്കുള്ളവർക്ക് അറിയാം. അപ്പോൾ ആ ഒരു മൂഡ് തന്നെയായിരുന്നു. അപ്പം ടോട്ടൽ ഒരു 8 മണിക്കൂർ 7.5 മണിക്കൂർ ആ ഒരു ടാർഗറ്റ് എല്ലാ ദിവസവും മീറ്റ് ചെയ്യുമായിരുന്നു റെഗുലറായിട്ട്. അതിന് മേലേക്ക് പുഷ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. കാരണം നമുക്കറിയാം എസ്പെഷ്യലി പ്രിലിംസിനും മെയിൻസിനും ഇടയ്ക്കുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 3 മാസമാണ്. അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ഒരു 10 hours പ്ലസ് ഒക്കെ നമ്മളെ തന്നെ പുഷ് ചെയ്താൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ എക്സോസ്റ്റ് ആവും. അപ്പം അതിൽ നല്ലത് ഒരു റെഗുലറായിട്ട് ഒരു പ്രോപ്പർ ഒരു ചെറിയൊരു ടൈമിൽ പഠിച്ചു പോവുക, അത് റെഗുലറായിട്ട് ചെയ്യുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ തന്നെ റിവാർഡ് ചെയ്യുക. നമ്മൾ സിനിമ കാണാൻ പോകുമോ, അല്ലെങ്കിൽ നമുക്കിപ്പം ഗ്രൂപ്പായിട്ട് എവിടെയെങ്കിലും ഫുട്ബോൾ കളിക്കാൻ പോകുമോ, ബാഡ്മിൻ്റൺ കളിക്കാൻ പോകുമോ, അല്ലെങ്കിൽ TV സീരീസ് കാണുമോ,
അല്ലെങ്കിൽ ജസ്റ്റ് ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ചിരിക്കുക. അങ്ങനെ നമ്മൾ നമ്മുടെ സെൽഫ് റിവാർഡ് ചെയ്യുന്നൊരു കാര്യം ചെയ്തിരുന്നു. അപ്പം ഡെയിലി ഒരു ഫിക്സ് ടൈമിൽ പോവുക, പക്ഷെ അധികം പുഷ് ചെയ്യാണ്ട് പോവുക, എക്സോസ്റ്റഡ് ആവാണ്ട് നോക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. ഓക്കെ, ഇപ്പോൾ ഫുട്ബോളിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു ആൽഫ്രഡിന് IAS പോലെ തന്നെ സ്നേഹിച്ച ഒന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സും ഫുട്ബോളും അല്ലേ? IAS എക്സാമിനിടയിൽ പോലും ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി ഉണ്ടെങ്കിൽ മിസ് ചെയ്യാറില്ലായിരുന്നു അല്ലേ? എങ്ങനെയാണ് ഈ ബ്ലാസ്റ്റേഴ്സിനോടുള്ള ഈ സ്നേഹവും ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തത്? കാരണം ജനറലി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് ഒന്നും ലിവർപൂൾ ഫാൻസ് ഒന്നുമാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ പരിചയപ്പെട്ടാൽ ആദ്യമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരാളെ ഞാൻ പരിചയപ്പെടുന്നത്. ഞാനൊരു യുണൈറ്റഡ് ഫാൻ കൂടിയാണ്, പക്ഷേ ബ്ലാസ്റ്റേഴ്സ് ഫാൻസാണ്. നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സ് കേരള ഫുട്ബോളിൽ ഒരു വോയിഡ് ഉണ്ടായിരുന്നു. നമുക്കൊരു പ്രൊഫഷണൽ ക്ലബ്ബ് ഇല്ലായിരുന്ന സമയത്തായിരുന്നു നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലോഞ്ച്. അപ്പം ആ ഒരു ഫസ്റ്റ് സീസൺ തൊട്ട് തന്നെ ഒരു ഭയങ്കര ഒരു ഫാൻ അപ്രൂവലായിരുന്നു. അപ്പം നമ്മളും ആ ഒരു ഇതിൻ്റെ ടൈമിൻ്റെ കൂടെ പോയി. പിന്നെ ഫസ്റ്റ് സീസൺ തന്നെ നമുക്ക് കിടിലൻ കളിയായിരുന്നു, നമ്മൾ ഫൈനലിൽ എത്തിയിരുന്നു. അപ്പോൾ തന്നെ ഓക്കെ സെറ്റ്, ആ ഒരു ഇഷ്ടം വന്നു. പിന്നെ അത് ഗ്രാജുവലി നമ്മൾ എല്ലാ സീസണും കളി കാണും. ഇപ്പോൾ ചില സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ലോ ആവും, അപ്പോൾ നമ്മൾ ഓക്കെ അടുത്ത സീസൺ വീണ്ടും ഹോപ്പ് വെക്കും. നമ്മുടെ UPSC പ്രിപ്പറേഷൻ പോലെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ്. നമ്മൾ ഓരോ അറ്റംപ്റ്റിൽ നമ്മൾ താന്നു പോകും, ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സ് താന്നു പോകും, പക്ഷെ നമ്മൾ നിർത്തില്ല. ഹോപ്പുണ്ട്, ഇനി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നൊരു ഹോപ്പ് മാച്ചിലുണ്ട്, നമ്മുടെ അറ്റംപ്റ്റിലും ഉണ്ട്. അപ്പം ആ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു ഫാൻ ക്ലബ്ബ് ഉണ്ട്, മഞ്ഞപ്പട എന്ന് പറഞ്ഞിട്ട്. അപ്പം ആ ഒരു ഫാൻ ക്ലബ്ബ് വഴി നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസ്, ഞാനിപ്പോൾ ഡൽഹിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം ഡൽഹിയിൽ മഞ്ഞപ്പട എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റി. അപ്പം നമ്മളവിടെ ഡൽഹി മലയാളീസിനെയൊക്കെ ഒരുമിച്ച് ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കും. പിന്നെ ആ സമയത്ത് ഡൽഹി ഡൈനാമോസ് എന്നൊരു ISL ടീം ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കളി കാണാൻ മുമ്പ് ഒരുപാട് സ്റ്റേഡിയം ആക്ടിവിറ്റീസ്, നമ്മൾ ടിഫോ ബാനറൊക്കെ ഉണ്ടാക്കും. അപ്പം അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ബോണ്ടും ഉണ്ട് ബ്ലാസ്റ്റേഴ്സിൽ. പിന്നെ അതുകൂടാണ്ട് ഫുട്ബോളിനോടുള്ള സ്നേഹമുണ്ട്. പിന്നെ നമുക്ക് പ്രിപ്പറേഷനായിട്ട് കുറേ കണക്ട് ചെയ്യാൻ പറ്റും, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ആൽഫ്രഡ് നമുക്ക് മെയിൻസിലേക്ക് പോവാം, മെയിൻസ് ആൻസർ റൈറ്റിങ്ങിലേക്ക് പോകാം. അതിന് അവിടെയാണ് ഞാൻ ആൽഫ്രഡിനെ കൂടുതൽ കണ്ടിട്ടുള്ളത് അല്ലേ? നമ്മുടെ ടെസ്റ്റ് സീരീസിൽ നമ്മൾ അങ്ങനെയാണ് കൂടുതൽ നമ്മൾ ഇൻട്രാക്ട് ചെയ്തിട്ടുള്ളത്. ആൽഫ്രഡിൻ്റെ ആൻസറിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആൽഫ്രഡിൻ്റെ ഒരു സിംപ്ലിസിറ്റിയാണ്. കാരണം ഭയങ്കര ഡയറക്റ്റാണ്, എന്നാൽ ഭയങ്കര സിമ്പിളാണ്. ആൽഫ്രഡിൻ്റെ ആൻസർ ഷീറ്റ് കാണുമ്പം ഏതൊരാൾക്കും എഴുതാൻ പറ്റുന്ന ഒരു ആൻസേഴ്സ് ആണെന്നാണ് എനിക്ക് തോന്നാറുള്ളത്. ആൻഡ് അൾട്ടിമേറ്റ്ലി അത് തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് ഡയറക്റ്റായിട്ട് എങ്ങനെയാണ് ആൻസേഴ്സ് എഴുതുന്നത്? എൻ്റെ ബേസിക് തിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു അത്രയധികം കണ്ടന്റ് ഉള്ള ഒരാളല്ല. അപ്പം സാറിന് പേപ്പറൊക്കെ നോക്കാൻ നമുക്ക് മനസ്സിലാവും. കാരണം ഞാൻ ഇതിൻ്റെ ഒരു ഇതിലേക്ക് വന്നത് ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ വായിച്ചു തുടങ്ങുന്നത്. അപ്പം ഉള്ള കണ്ടന്റ് എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കപ്പോൾ ചെയ്യാൻ പറ്റുക. അപ്പം ആ ലിമിറ്റേഷൻ മനസ്സിലാക്കിയിരുന്നു. പിന്നെ നമ്മൾ ജനറൽ സ്റ്റഡീസ് പേപ്പർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് UPSC പറയുന്നുണ്ട്, നമ്മൾ ആ ഒരു ജനറൽ അവയർനെസ് ആൻഡ് നോളജ് ആണല്ലോ വേണ്ടത്. അപ്പം ഞാൻ ടു മച്ച് സ്പെസിഫിക് കണ്ടന്റ് അധികം അങ്ങോട്ട് പോകാറില്ല. അപ്പം ജനറൽ ആയിട്ടുള്ളൊരു കണ്ടന്റ് സ്ട്രോങ് ആക്കും. പിന്നെ കുറച്ചൊരു വാല്യൂഡേഷന് വേണ്ടിയിട്ട് കുറച്ച് എക്സാമ്പിൾ കേസ് സ്റ്റഡീസൊക്കെ ഒരുവിധം മൊത്തം സിലബസിനും കവർ ചെയ്ത് വെക്കും. അതാണ് ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, നമ്മൾ എല്ലാ ആൻസറും തന്നെ ഒരു ആവറേജ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എബോ ആവറേജ് എല്ലാ ആൻസറിലും കൊണ്ടുവരാൻ പറ്റിയാൽ നമുക്കൊരു GS ഒരു 100 എന്ന് പറഞ്ഞൊരു മാർക്കിൽ എത്താൻ പറ്റും. അപ്പം GS ടോട്ടൽ 400 ക്രോസ് ചെയ്യുന്നുള്ളതാണ് നമ്മുടെ ഒരു അൾട്ടിമേറ്റ് ഇത്. അപ്പോൾ അതിന് നമുക്ക് എല്ലാ ആൻസറും എക്സെപ്ഷണലായിട്ട് എഴുതണമെന്നില്ല. എന്ന് വെച്ചാൽ 1-2 ആൻസർ ഒക്കെ നമുക്ക് നമ്മുടെ സ്ട്രെങ്ത് ഉള്ള ആൻസർ എക്സെപ്ഷണലായിട്ട് എഴുതാം. ബാക്കിയില്ലാത്ത നമ്മുടെ ഒരു ആവറേജ് മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് ആ ഒരു ടാർഗറ്റിലേക്ക് എത്താൻ പറ്റും. അതിപ്പം മെയിൻസിൽ GSൽ മാത്രമല്ല, ത്രൂ ഔട്ട് ഇപ്പോൾ GS ഓപ്ഷണൽ essay ഇൻ്റർവ്യൂ, ഇപ്പോൾ എല്ലാത്തിലും ഒരു ആവറേജ് അല്ലെങ്കിൽ ജസ്റ്റ് എബോ ആവറേജ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു അൾട്ടിമേറ്റ് ലക്ഷ്യം. അപ്പം അത് കഴിഞ്ഞ 2 വർഷവും ട്രൈ ചെയ്ത് പാളിയായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം അതിലേക്ക് എത്തി. എനിക്ക് തോന്നുന്നു ആൽഫ്രഡിന് ഇഷ്യൂ ഉണ്ടായിരുന്ന ഒരു ഏരിയ essay ആയിരുന്നു. കഴിഞ്ഞ 1-2 വർഷം essayക്ക് മാർക്ക് കുറവായിരുന്നു. ഈ പ്രാവശ്യം അപ്പം ഈ ഒരു ചലഞ്ച് എങ്ങനെയാണ് ഓവർകം ചെയ്തത്? essay ഞാൻ കഴിഞ്ഞ വർഷത്തെ മാർക്ക് ലിസ്റ്റ് സാറിന് അയച്ചെടുത്തപ്പോൾ സാറ് പറഞ്ഞിരുന്നു, നീ essay ഇങ്ങോട്ട് പോരെ, നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ യൂഷ്വലി ടെസ്റ്റ് സീരീസിൻ്റെ കൂടെ essay എഴുതുമായിരുന്നു. അത് കൂടാണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് essay എഴുതി സാറിന് അയച്ചു കൊടുക്കുമായിരുന്നു. ആൻറ്റൺ സാറായിരുന്നു എൻ്റെ അടുത്ത മെൻറ്റർ. അപ്പം സാറ് ഫീഡ്ബാക്ക് തരുമായിരുന്നു കോൺസ്റ്റൻ്റ് ആയിട്ട്. അപ്പം ഇതാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. ഞാൻ ബേസിക്കലി എഴുതി പോകുന്ന ഞാൻ essayനെ അപ്രോച്ച് ചെയ്യുന്ന രീതി തന്നെ കുറച്ച് റോങ് സൈഡായിരുന്നു. ഞാൻ കുറച്ച് അറിയാവുന്ന സാധനം എഴുതി വെക്കുക, പലപ്പോഴും ടോപ്പിക്കൊന്നും ഹിറ്റ് ചെയ്യത്തില്ലായിരുന്നു. നമ്മളിപ്പം എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ ഇപ്പം അതിൽ നിന്ന് വേറൊരു കാര്യം പറഞ്ഞാൽ അങ്ങനെ തെന്നി പോകുമായിരുന്നു. അപ്പം ഇവിടെ വന്നിട്ട് ടോപ്പിക്ക് സ്റ്റിക്ക് ചെയ്യണം എന്നുള്ള കാര്യം മനസ്സിലായി. പിന്നെ ഡൈമെൻഷൻസ് എങ്ങനെ കൊണ്ടുവരണം എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പം പക്ഷേ നമുക്ക് പിന്നെ സാർ ഇടയ്ക്കിടയ്ക്ക് ടോപ്പേഴ്സിൻ്റെ essay ഒക്കെ അയച്ചു തരുമായിരുന്നു. അപ്പം ഞാനിപ്പം ഇവിടെ ഫസ്റ്റ് ടെസ്റ്റ് സീരീസിനൊക്കെ essay എനിക്ക് മാർക്ക് കുറവായിരുന്നു. അപ്പം ആ ടെസ്റ്റിൽ തന്നെ മാർക്ക് കൂടിയ ആൾക്കാരുടെ മാർക്ക് ലിസ്റ്റ് ആൻസർ കോപ്പി സാർ അയച്ചു തരുന്നു. അപ്പോൾ അതൊക്കെ ഞാനിരുന്ന് വായിക്കും, ഓക്കെ ഇങ്ങനെ അപ്രോച്ച് ചെയ്യാറുണ്ടല്ലോ. അപ്പം അടുത്ത പ്രാവശ്യം എഴുതുമ്പോഴത്തേക്കും വീണ്ടും കൊണ്ടുവരാൻ നോക്കും. അപ്പം എനിക്ക് ഓർമ്മയുണ്ട്, അപ്പം ഇവിടുത്തെ ലാസ്റ്റ് ഫുൾ ടെസ്റ്റ് എഴുതിയപ്പോഴും എനിക്ക് essayക്ക് മാർക്ക് കുറവായിരുന്നു.
പിന്നെ സാർ ഒന്നും കൂടി ഒരു എസ്സേയും കൂടി എഴുതാൻ പറഞ്ഞു. അപ്പം ഞാനത് എഴുതി. അപ്പോൾ അതിൻ്റെ ഫീഡ്ബാക്ക് എടുത്തു. എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് ഞാൻ ആ ലാസ്റ്റ് എഴുതിയായിട്ട് സിമിലർ ഉള്ള ഒരു ടോപ്പിക്കാണ് ഫൈനൽ എക്സാമിന് വന്നത്. അതും ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വന്നു. അപ്പം നമ്മൾ മെയിൻസ് കഴിഞ്ഞു അല്ലേ? ഇനി നമുക്കുണ്ടായിരുന്നത് ഇൻ്റർവ്യൂ ചലഞ്ചാണ്. ആൻഡ് ആൽഫ്രഡ് 2 പ്രാവശ്യം ഇൻ്റർവ്യൂവിന് പോയി. ജനറലി ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അതിനത് ഇൻറ്റിമിഡേറ്റിംഗ് ആണോ, പ്രഷറാണോ, ആൻഡ് വാട്ട് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വെയർ ആസ്ക്ഡ്? എനിക്ക് 2 ഇൻ്റർവ്യൂവും യൂഷ്വലി ഡാഫിൻ്റെ ഒരു ബേസിൽ തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് ഇൻ്റർവ്യൂ ബോസ്ലെ സാറിൻ്റെ ബോർഡായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ഡാഫിൽ വെച്ചിരുന്ന ഫുട്ബോൾ റിലേറ്റഡ് ടീമിൽ നിന്നായിരുന്നു ക്വസ്റ്റ്യൻസ് വന്നത്. സെക്കൻഡ് ഇൻ്റർവ്യൂ സ്മിത നാഗരാജ് മാമിൻ്റെ ബോർഡായിരുന്നു. അപ്പം അതിലെനിക്കൊരു 80% ക്വസ്റ്റ്യൻ കേരള ബേസ്ഡ് ആയിരുന്നു. എന്നോട് എല്ലാ മെമ്പേഴ്സും കേരള ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അപ്പം ഇൻറ്റിമിഡേറ്റിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയാൻ പറ്റില്ല, നമുക്കൊരു ഫ്രണ്ട്ലി നേച്ചറാണ്. പിന്നെ ആ സമയത്ത് നമ്മൾ എങ്ങനെ ഒരു ആൻസർ പ്രസൻറ്റ് ചെയ്യുന്നുള്ളതാണ്. പക്ഷെ നമുക്ക് മാർക്ക് എങ്ങനെയായിരുന്നു പറയാൻ പറ്റില്ല. പക്ഷെ അവിടെയും എനിക്ക് തോന്നുന്നു അവർ യൂഷ്വലി ചിലപ്പം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റിനെ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യണം. പിന്നെ ഇപ്രാവശ്യം എന്നോട് എല്ലാവരും തന്നെ ഭയങ്കര ലെങ്തി ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിരുന്നത്. അപ്പം ഒരു ക്വസ്റ്റിൻ്റെ തന്നെ വളരെ സബ് ക്വസ്റ്റ്യൻസ് ഉള്ള ഇതായിരുന്നു. അപ്പം അത് ഓർത്തെടുത്ത് പറയാന്നുള്ളത് കുറച്ച് പാടായിരുന്നു. പക്ഷെ എന്നാലും ഒരുവിധം പറയാൻ നോക്കി. എനിക്ക് തോന്നുന്നു ഇൻറ്റിമിഡേറ്റിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഒരു കാം ഇത് തന്നെയാണ്. നമ്മൾ പറയുന്നത്ര ഒരു പേടിപ്പിക്കുന്ന ഒരു ഇതൊന്നുമില്ല. ഓക്കെ. സ്ട്രെസ്സ് ഈ UPSC പ്രിപ്പറേഷൻ ജേർണിയുടെ ഒരു പാർട്ട് ആൻഡ് പാർസലാണ് അല്ലേ? പക്ഷേ ആൽഫ്രഡ് പൊതുവേ ഒരു റിലാക്സ്ഡ് ആയിട്ട് ചിറ്റിലായിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പം ആൽഫ്രഡിന് സ്ട്രെസ് ഉണ്ടായിരുന്നോ? അതെങ്ങനെയാണ് മാനേജ് ചെയ്തത്? സ്ട്രെസ്സ് തീർച്ചയായും ഉണ്ടാകും. അത് ഈ ജേർണിയുടെ ഒരു പാർട്ട് ആൻഡ് പാർസലാണ്. എസ്പെഷ്യലി നമുക്കറിയാം ഈ എക്സാമിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരു സംഭവമാണ്. നമുക്കൊരു ജൂണിൽ തുടങ്ങിയാൽ ഇതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് വരിക ഏകദേശം അടുത്ത ജൂണാവും. അപ്പോൾ ആ ഒരു ലോങ് ജേർണിയിൽ സ്ട്രെസ് എന്തായാലും വരും. പിന്നെ നമുക്കിങ്ങനെ അറ്റംപ്റ്റ് കൂടുന്തോറും ആ ഒരു ഉയരം കൂടുന്തോറും ചായയുടെ ടേസ്റ്റ് കൂടുമെന്ന് പറയുന്ന പോലെ അറ്റംപ്റ്റ് കൂടുന്തോറും സ്ട്രെസ്സിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയും കൂടും. അപ്പം അതൊരു യൂഷ്വൽ പ്രോസസ്സാണ്. പക്ഷെ അതിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളിടത്താണ് ആ ഒരു കാര്യം വരുന്നത്. അപ്പം ഒരു കാര്യം ചെയ്യാൻ പറ്റുക നമ്മളെ തന്നെ ഇടയ്ക്കിടയ്ക്ക് സെൽഫ് റിവാർഡ് ചെയ്യണം. നമ്മൾ അധികം സെൽഫ് ഇൻട്രോവേഷനിലേക്ക് പോകാണ്ട് അധികം ലിമിറ്റഡ് ആവാണ്ട് നമ്മൾ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കുറച്ച് ചെയ്യണം. നമ്മൾ പഠിക്കേണ്ട സമയത്ത് പഠിക്കണം. പക്ഷെ ബാക്കിയുള്ള സമയത്ത് നമ്മൾ സിനിമ കാണാനും ഇപ്പം ഫുട്ബോൾ കളിക്കാൻ പോകാനോ ബാഡ്മിൻ്റൺ കളിക്കാൻ പോകാനോ അല്ലെങ്കിൽ ഒരു TV സീരീസ് കാണാം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് കഴിക്കാൻ പോകാനോ, അപ്പം അങ്ങനെയൊക്കെ സമയം കണ്ടെത്തണം. അപ്പം നമ്മൾ എക്സാം ആണെന്നുള്ളൊരു അൾട്ടിമേറ്റ് ബോധ്യം നമുക്ക് ഉണ്ടാവണം. അപ്പം ആ ഒരു ഇത് കറക്റ്റ് മനസ്സിലാക്കണം. പിന്നെ ഒരു നല്ലൊരു കമ്മ്യൂണിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ എസ്പെഷ്യലി തിരുവനന്തപുരത്ത് നമ്മൾ പറയും ഒരു ആസ്പിരൻ്റെ വിഷമം മറ്റൊരു ആസ്പിരൻറ്റിനെ മനസ്സിലാവുള്ളൂ എന്ന് പറയും. അപ്പോൾ നമുക്ക് പറ്റിയൊരു ആസ്പിരൻ കമ്മ്യൂണിറ്റി കണ്ടുപിടിക്കുക. പിന്നെ അവരുടെ ഇടയിൽ ആ ഒരു വൈബിലങ്ങ് പോയാൽ അധികം സ്ട്രെസ്സൊക്കെ ഉണ്ടാവില്ല, നമുക്ക് മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ. അതുപോലെ സ്ട്രെസ് മാനേജ്മെൻറ്റ് പോലെ തന്നെ എനിക്ക് കൂടെ പറയാവുന്ന ഒരു കാര്യമാണ് ഈ മൊബൈൽ ഡിസ്ട്രാക്ഷൻ. കാരണം പല ആൾക്കാരും മൊബൈലിലാണ് ഏറ്റവും കൂടുതൽ ടൈം കളയുന്നത്, എന്നിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് സ്ട്രെസ് അടിക്കും. അപ്പോൾ മൊബൈലും സോഷ്യൽ മീഡിയയും അതെങ്ങനെയായിരുന്നു ആൽഫ്രഡ് ഉപയോഗിച്ചിരുന്നത്? മൊബൈൽ യൂഷ്വലി നമുക്ക് സ്ട്രെസ്സ് കൂട്ടാനും ഹെൽപ്പ് ചെയ്യും, കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. ഇപ്പം ഒരു ഇൻസ്റ്റൻസ് പറയുകയാണെങ്കിൽ നമ്മളിപ്പം യൂഷ്വലി നമുക്കറിയാം നമ്മളിപ്പോൾ കോളേജ് പാസ് ഔട്ട് അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വരുന്നവരായിരിക്കും. അപ്പം നമ്മുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ ഇപ്പം കുറച്ച് പേര് കാനഡ അവിടെ ഇവിടെയൊക്കെ പോയി ഇപ്പോൾ അവർ കുറേ ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യുമ്പം അവരവിടെ മഞ്ഞത്ത് കളിക്കുമ്പോൾ ബേസിക്കലി നമ്മളിവിടെ നിന്ന് 6ാം ക്ലാസ്സിലെ NCERT വായിക്കുമായിരിക്കും. അപ്പം ആ ഒരു ഫീല് കുറച്ച് ഭയാനകമാണ്. അപ്പം അങ്ങനെയുള്ളൊരു ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇടയ്ക്ക് കട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഡിസ്ട്രാക്റ്റീവ് ആവുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം. പക്ഷേ അറ്റ് ദി സെയിം ടൈം നമുക്കത് ഒരു നല്ലൊരു പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റും. ഫോർ ഇൻസ്റ്റൻസ് ഞാനിപ്പം ട്വിറ്റർ യൂസ് ചെയ്യായിരുന്നു. അപ്പോൾ ട്വിറ്ററിൽ നമ്മുടെ മിനിസ്ട്രി ഹാൻഡിൽസ്, പിന്നെ ഡൗൺ ടു എർത്ത്, ORF, ആ ട്വിറ്റർ ഹാൻഡിൽസൊക്കെ യൂസ് നമുക്ക് ഒരുപാട് ഇപ്പം GS-നൊക്കെ എടുക്കാൻ പറ്റുന്ന വാല്യൂ എഡിഷൻ കണ്ടൻസ് അതിനകത്ത് നിന്ന് കിട്ടും. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ആസ്പിരൻസിൻ്റെ തറവാടാണല്ലോ ടെലിഗ്രാം. അപ്പം നമ്മൾ ടെലിഗ്രാമിൽ പോകുകയാണെങ്കിലും അതിൻ്റെ അകത്ത് നിന്ന് ഒരുപാട് കണ്ടൻറ്റ് ഇപ്പം നമുക്ക് കുറേ ഇപ്പം ഫോർച്യൂണിൻ്റെ നമ്മുടെ ടെലിഗ്രാം ചാനലിലൊക്കെ മെയിൻസിന് ഒരുപാട് ഹോട്ട് ടോപ്പിക്സ് പോലത്തെ കണ്ടൻസ് ഒക്കെ വരാറുണ്ട്. അപ്പം അവിടെ നമ്മൾ ആവശ്യമുള്ള കറക്റ്റ് സാധനം പിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വാല്യൂ അഡീഷനും നമ്മുടെ മാർക്സിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ സഹായിക്കും. അപ്പം അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പം മൊബൈൽ ഒരു ഡിസ്ട്രാക്ഷനാണ്, അറ്റ് ദി സെയിം ടൈം നമുക്കൊരു ബൂസ്റ്റ് ചെയ്യുന്നൊരു സംഭവം കൂടിയാണ്. ഇപ്പോൾ ഇനി ആൽഫ്രഡ് IAS ആകാൻ പോവുകയാണ്. അപ്പോൾ ഒരു IAS ഓഫീസർ ആകുമ്പോൾ ഇന്ന കാര്യം ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഓഫീസർ ആയിരിക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ കുറിച്ചിട്ടുണ്ടോ? ഒരു മാക്സിമം നമ്മുടെ പൊട്ടൻഷ്യലിനെ പറ്റിയ നല്ല ഒരു ഓഫീസർ ആവണമെന്നുള്ള ലക്ഷ്യമുണ്ട്. പിന്നെ ഒരുപാട് സോഷ്യൽ സെക്ടറിലൊക്കെ ഒരുപാട് ചേഞ്ചസ് വരുത്താനുള്ള ഒരു ആഗ്രഹങ്ങളൊക്കെ മനസ്സിലുണ്ട്. പിന്നെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ഞാനൊരു ഫുട്ബോൾ ഫാൻ ആയതുകൊണ്ട് ഒരു കേരളത്തിലൊരു നല്ലൊരു ഫുട്ബോൾ എക്കോ സിസ്റ്റം ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ലിമിറ്റേഷൻസിൽ നിന്ന് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നൊരു ഡ്രീമും കൂടിയുണ്ട്. അപ്പം അതൊക്കെ എങ്ങനെ വരുന്നറിയില്ല, മാക്സിമം എഫേർട്ട് ഇടണം അതിന്. നന്നായി വരട്ടെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലീഷേ ക്വസ്റ്റ്യൻ ആണ്. ആസ്പിറൻസിനോട് പറയാനുള്ളത് അഡ്വൈസ് എന്തൊക്കെയായിരിക്കും? ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ എന്തായാലും ഈ ഒരു ഡിസിഷൻ എടുത്തു, സിവിൽ സർവീസ് എക്സാമിന് അപ്പിയർ ചെയ്യാവുന്ന ഡിസിഷൻ എടുത്താൽ നമ്മുടെ മാക്സിമം എഫേർട്ട് ഇടുക.
പിന്നെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കുക. നമ്മൾ യൂഷ്വലി ആദ്യം കുറച്ച് എഫേർട്ട് ഇട്ടിട്ട് പിന്നെ മടി പിടിച്ച് പുറകോട്ട് വരും. നമ്മൾ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് ചെയ്യുക. പിന്നെ നമ്മളെ തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. അപ്പം മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മിസ്റ്റേക്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അടുത്ത അറ്റംപ്റ്റിൽ കറക്റ്റായിട്ട് ഇത് ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു ഇത് നോക്കുക. അപ്പോൾ അടുത്ത അറ്റംപ്റ്റിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ടെസ്റ്റ് സീരീസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും ഒരു പ്രാവശ്യം പറ്റിയ മിസ്റ്റേക്സിനെ റെക്ടിഫൈ ചെയ്യാനുള്ളൊരു പർപ്പസുള്ള എഫേർട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. പിന്നെ സെക്കൻഡ് തിങ്, ഒരു ഷെഡ്യൂൾ ടൈം ടേബിൾ വെച്ച് പോവുക. ഒരു ലോങ് പ്രോസസ് ആയതുകൊണ്ട് സ്റ്റിക്ക് ടു ദ ഷെഡ്യൂൾ, ഇല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും എക്സോസ്റ്റഡ് ആയിട്ട് പോകും. അപ്പം ആ ഒരു നല്ലൊരു ഷെഡ്യൂൾ ഉണ്ടാക്കി പഠിക്കുക. തേർഡ് തിങ്, സ്ട്രെസ് മാനേജ് ചെയ്യുക. ഒരു എക്സാമിനെ കഴിഞ്ഞും കൂടുതലൊരു വെയിറ്റേജ് ഒരിക്കലും കൊടുക്കാൻ പാടില്ല. എന്നുവെച്ചാൽ ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്യുക. പിന്നെ നന്നായിട്ട് പഠിക്കുക. അപ്പം എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്. താങ്ക് യു ആൽഫ്രഡ്, താങ്ക് യു സോ മച്ച്. ഭയങ്കര സിമ്പിളായിട്ടുള്ള കുറേ ടിപ്സ് പറഞ്ഞു, എന്നാൽ അതേസമയം പവർഫുള്ളും ആയിരുന്നു. താങ്ക്സ് ഫോർ ദാറ്റ്. All the best for your civil service career. Thank you, sir.